ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ 78ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഇൻഡിപെൻഡൻസ് ഡേ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എന്താ പറയാ, ഉള്ളിൽ കൊള്ളുന്ന ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു ഡേ ആണ്. കാരണം പണ്ട് തൊട്ടേ വീട്ടിൽ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേയുടെ 2 ദിവസം മുമ്പേ നമ്മൾ ഫ്ലാഗ് ഒക്കെ വാങ്ങിക്കും. നമ്മുടെ വീട്ടിൽ സൈക്കിൾ ഉണ്ടെങ്കിൽ സൈക്കിളിൽ, ബൈക്ക്, സ്കൂട്ടർ, കാറ്, വീടിന്റെ ഫ്രണ്ടിൽ ഒക്കെ നമ്മൾ നാഷണൽ ഫ്ലാഗ് തൂക്കി വെക്കും. ബിക്കോസ് അതിന്റെ ഒരു എന്താ പറയാ, ഒരു പ്രൈഡ് കാണിക്കാനാണോ അതോ ആ രാജ്യത്തോടുള്ള ഒരു സ്നേഹം, ഇന്ത്യൻ ആണെന്നുള്ളതിന്റെ ആ ഒരു അഭിമാനം കൊണ്ടൊക്കെയാണോ എന്നറിയില്ല, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഇന്ന് ഈ ഒരു 78ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഇന്ന് എനിക്ക് അത്രമാത്രം സന്തോഷം തോന്നുന്നില്ല. തോന്നാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കാം. കൊൽക്കത്തയിൽ സെക്കൻഡ് ഇയർ PG മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഡോക്ടറിന് ഉണ്ടായ ഒരു അനുഭവം. ഞാൻ ഈ ഒരു ന്യൂസ് അറിഞ്ഞത് ഇന്നലെയാണ് കേട്ടോ. കാരണം ഞാൻ ഇന്ന് ഒരു ഭയങ്കര നല്ലൊരു വീഡിയോ, ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, അപ്പം നല്ലൊരു വീഡിയോ ഒക്കെ ഇടണം എന്ന് പ്ലാൻ ഇട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ ഇന്നലെ ഞാൻ ആ ഒരു മെസ്സേജ് അറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് അറിഞ്ഞപ്പോഴത്തേനും എനിക്കുണ്ടായ വേദന എനിക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയായിരുന്നു. കാരണം ഇപ്പോഴും ഒട്ടുമിക്ക ആൾക്കാരും ഈ നടന്ന സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇത് നടന്നത് ഓഗസ്റ്റ് 9-ാം തീയതിയാണ്. അത് ഈ ഓഗസ്റ്റ് 9-ാം തീയതിയാണ് നടന്നത്. ഈ ന്യൂസ് അറിഞ്ഞപ്പോൾ ഞാനും ഓർത്തു, ഇത് പഴയ വല്ല ന്യൂസുമാണോ, പഴയ വേറെ ഏതെങ്കിലും കേസുകളാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനും ജസ്റ്റ് ന്യൂസൊക്കെ എടുത്ത് നോക്കി. അപ്പോഴാണ് അറിഞ്ഞത് അല്ല, അത് തൊട്ടടുത്ത് നടന്നൊരു സംഭവം തന്നെയാണ്. വലിയ വലിയ പത്രങ്ങളുടെ ഫ്രണ്ട് പേജുകളിൽ വലിയ ഖണ്ഡക അക്ഷരങ്ങളിലൊന്നും ഈ ഒരു വാർത്തയെപ്പറ്റി എവിടെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ന്യൂസ് പേപ്പറുകളിലൊന്നും ഹൈലൈറ്റ് ചെയ്ത് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഈ ഒരു വാർത്ത കാണിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു കോളത്തിലാണ് ഈ വാർത്ത വന്നിരുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു കാര്യം അറിയാൻ സാധിച്ചത്. അതായത് ഇങ്ങനെ ഒരു കാര്യം നടന്നതായിട്ട്. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് ഓഗസ്റ്റ് 9-ാം തീയതിയാണ്. നാട് ഇന്ത്യ തന്നെയാണ്, പുറത്ത് വേറെ രാജ്യങ്ങളൊന്നും അല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ നടന്നൊരു സംഭവമാണ്. അപ്പം സെക്കൻഡ് ഇയറിൽ PG പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ വിദ്യാർത്ഥിനി, ഞാൻ ആളെ ഡോക്ടർ എന്ന് വിളിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ബിക്കോസ് ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ നമ്മൾ പ്രതിഷേധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു നിയമം കൊണ്ടുവന്നില്ലെങ്കിൽ നമ്പർ ഓഫ് ആൾക്കാർക്ക് ഇതിനപ്പുറം ആയിട്ട് പല പല കാര്യങ്ങളും സംഭവിക്കാൻ നമുക്ക് കാണേണ്ടിയും വരും. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ഓഗസ്റ്റ് 15-ാം തീയതി ഒരു ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് പറയാൻ പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമാത്രം ക്രൂരമായ ഒരു കാര്യമാണ് നടന്നത് പോലും. കാരണം ആ പെൺകുട്ടി ഫേസ് ചെയ്തത്, ബിക്കോസ് അവരുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോഴത്തേനും, അല്ലെങ്കിൽ അവരുടെ പാരൻസ് കണ്ട സമയത്ത് ഫുൾ നേക്കഡ് ആയിട്ട് ഒരു മറ തുണി പോലും ഇല്ലാതെയാണ് ആ കുട്ടീനെ കാണാൻ സാധിച്ചത് അവരുടെ സെമിനാർ ഹാളിൽ. അതായത് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സെമിനാർ ഹാളിൽ വന്ന് റെസ്റ്റ് എടുത്തിരുന്ന സമയത്താണ് 3-4 പേര് കൂടിയിട്ട് ഈ ഒരു കുട്ടീനെ അതിക്രൂരമായിട്ട് റേപ്പ് ചെയ്യുന്നത്. അതിക്രൂരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പറയാൻ പോലും എനിക്കറിയില്ല, അതെങ്ങനെ പറയാന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം, ഇങ്ങനെയും കുറെ വൃത്തികെട്ടവന്മാർ, അങ്ങനെ തന്നെ പറയാനാണ് എനിക്ക് താല്പര്യം. ഒരു മനുഷ്യവിലയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കാത്ത കുറേ മൃഗങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു മൃഗങ്ങൾ ഇതിലും കൂടുതൽ ഇത്രയും ക്രൂരത ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ആ കുട്ടിക്ക് ഓൾറെഡി, അതായത് ഡോക്ടർ തന്നെ ഓൾറെഡി ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു, ഓൾറെഡി ഗ്ലാസ് വെച്ചിരുന്ന ഒരാളായിരുന്നു. ആ കണ്ണാടിയെല്ലാം അടിച്ചു പൊട്ടിച്ചു, വായിലും മൂക്കിലും എല്ലാം ബ്ലഡ് ആയിരുന്നു. അത് കൂടാതെ അവരുടെ പ്രൈവറ്റ് ഏരിയാസിലെല്ലാം ഫുൾ ബ്ലീഡിങ് ആയിരുന്നു. പിന്നെ തൊടയെല്ലുകൾ കൂടി ചേർന്നിരിക്കുന്ന എല്ലുകളെല്ലാം ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. കാലുകൾ തമ്മിൽ വളരെയധികം, അതായത് കാലുകളുടെ എല്ലുകളെല്ലാം ഒടിഞ്ഞ്, അതായത് ദേഹാസകലം ചോരയായിരുന്നു എന്നാണ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പം ഒന്നിലധികം ആൾക്കാർ കൂടി അതിക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷെ ഇതിലെല്ലാം നമ്മൾ പുറമേ നോക്കേണ്ടത്, ഈ വാർത്ത വന്നത് ഈ കുട്ടി സൂയിസൈഡ് ചെയ്തു എന്നുള്ള രീതിയിലാണ്. അവരുടെ വീട്ടുകാരെ അറിയിച്ചതും, ഈ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കോളേജുകാർ ഈ വീട്ടുകാരെ അറിയിച്ചത് ഈ കുട്ടി സൂയിസൈഡ് ചെയ്തു എന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് സൂയിസൈഡ് അല്ല, കൊന്നതെന്ന് പറയാൻ പറ്റില്ല, അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊന്നതാണ് എന്ന് സമൂഹം അറിഞ്ഞത്. പക്ഷെ ഇപ്പോഴും ആ കുറ്റവാളികൾ സുഖകരമായിട്ട് ജീവിക്കുകയാണ്. മേ ബി ബിക്കോസ് എന്താ പറയാ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരുടെ വലിയ ആൾക്കാരുകളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ വലിയ മുൻപന്തിയിൽ നിൽക്കുന്ന ആരെങ്കിലൊക്കെ ആയിരിക്കാം ഈ ഒരു കുറ്റകൃത്യം ചെയ്തത്. ആരാണെന്ന്
അറിയാം. ബിക്കോസ് ആരാണെന്ന് അറിഞ്ഞിട്ട് പോലും അവരെ പിടിക്കാനുള്ള ഒരു പവർ അല്ലെങ്കിൽ അതിനുള്ള ഒരു ധൈര്യം നമ്മുടെ നാട്ടിലെ നിയമത്തിന് ഇതുവരെ വന്നിട്ടില്ല. ഏറ്റവും ആദ്യം വേണ്ടത് നല്ല രീതിയിലുള്ള ഒരു ശിക്ഷാ നടപടി തന്നെയാണ്. അതായത് ഈ കുഞ്ഞു ഇത്രയും വലിയ ക്രൂരമായ തെറ്റുകൾ ചെയ്തിട്ടും അവരെ സൂഹിപ്പിച്ച് ജയിലിൽ പോയി ഫുഡും കഴിപ്പിച്ച് സന്തോഷിപ്പിച്ച് കുറേ വർഷങ്ങൾ അവരെ ഇട്ട് തിന്ന് കൊഴുപ്പിച്ച് എടുക്കാനുള്ള നിയമമല്ല നമ്മുടെ നാട്ടിൽ വേണ്ടത്. നമ്മുടെ നാട്ടിൽ വേണ്ടത് ഇതിനെതിരെ ശക്തമായിട്ടുള്ളൊരു നിയമമാണ്. അതായത് ഇങ്ങനൊരു കുറ്റം അല്ലെങ്കിൽ ഇതുപോലെയുള്ള വൃത്തികെട്ട പ്രവണത ചെയ്യാൻ പോകുന്ന സമയത്ത് ഇതിനെതിരെ കിട്ടാൻ പോകുന്ന ശിക്ഷയെ ഓർത്ത് അവർ പേടിക്കണം. ഈ ഒരു ശിക്ഷയെ ഓർത്ത് പിന്നെ അവർ ആ കുറ്റം ചെയ്യാൻ പോകരുത്. അങ്ങനെ ഒരു നിയമമാണ് വേണ്ടത്. ഞങ്ങൾ എപ്പോഴും കൂട്ടുകാരോട് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ സംസാരിക്കുന്ന ഒരു കാര്യമാണത്. അതായത് നല്ലൊരു നിയമം ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നല്ലൊരു ശിക്ഷാ നിയമം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു പോകുന്നത് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സംസാരിച്ചപ്പം ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേനും ഞാൻ ഒട്ടുമിക്ക ആൾക്കാരുമായിട്ട് സംസാരിച്ചു. അപ്പോഴും അവരെന്നോട് കുറച്ച് പേര്, വളരെ ചുരുക്കം പേര് എന്നോട് പറഞ്ഞത്, ഇനിയിപ്പം ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്, പോകാനുള്ളത് പോയി, അവരുടെ വീട്ടുകാർക്ക് പോയി, അങ്ങനെ ഒരു കാര്യമാണ് ഒട്ടുമിക്ക ആൾക്കാരും സംസാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. നാളെ ഞാനോ അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാളോ നമ്മുടെ കുടുംബത്തിലെ ആരും ആവാം. അങ്ങനെ ഒരു സാഹചര്യം ഇനി മുന്നോട്ട് ഉണ്ടാവാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ശക്തമായി പ്രതിഷേധിക്കണം. ഈ ഒരു കാര്യം അറിഞ്ഞപ്പോഴത്തേനും ഞാൻ ഓർത്തു വീഡിയോ ഇടാനോ വേണ്ടയോ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതിഷേധിക്കണോ വേണ്ടയോ. പിന്നെ ഞാൻ ഓർത്തു എന്തുകൊണ്ട് പ്രതിഷേധിച്ചുകൂടാ. നടന്നത് നമ്മുടെ നാട്ടിലാണ്. നമ്മളെപ്പോലെ ഒരാൾക്കാണ് നടന്നത്. നമ്മളെപ്പോലെ ഒരു സ്ത്രീക്കാണ്, സ്ത്രീയാണേലും പുരുഷനാണേലും നടന്നത് നമ്മളെപ്പോലെ ഒരു മനുഷ്യ ജീവനാണ്. അപ്പം ഇത് ഇന്ന് പ്രതിഷേധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇതിനെതിരെ ഇന്ന് പോരാടിയില്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഇന്നുള്ള ശിക്ഷാ മാർഗം കൊടുത്തില്ലെങ്കിൽ നാളെയും ഇതുപോലെ ഇഷ്ടം പോലെ നമ്പർ ഓഫ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഏത് തൊഴിലുള്ളവരാവട്ടെ അവർക്ക് ഇതേ അവസ്ഥ ഫേസ് ചെയ്യേണ്ടി വരും. നമ്മൾ ഓരോരുത്തരും ജോലിക്ക് പോകുന്നതും ഓരോ ജോലി തിരഞ്ഞെടുക്കുന്നത് പോലും നമ്മൾ എത്രമാത്രം സേഫ്റ്റി അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ ആ ഒരു ജോലിയിൽ സേഫ് ആണെന്ന് നോക്കിയിട്ടാണ്. നമ്മുടെ ജോലി സ്ഥലത്ത് പോലും നമ്മൾ സേഫ് അല്ല എന്ന് പറയുമ്പം നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നമ്മൾ ഓർത്തു നോക്കിക്കേ. അപ്പം എന്തായാലും എനിക്ക് ജസ്റ്റ് ഇതിനെപ്പറ്റി അത് അറിയാത്ത കുറച്ച് പേരിലോട്ട് ഇങ്ങനൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ അറിയിക്കണം എന്ന് അത്യാഗ്രഹം തോന്നി. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇടാൻ ഉദ്ദേശിച്ചിരുന്ന വീഡിയോ പോലും വേണ്ട, പിന്നൊരു നാളാവട്ടെ. ഇന്ന് ഇടേണ്ടത് ഇത് തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ 78ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ദിവസം ഇത്രമാത്രം ക്രൂരമായിട്ടുള്ള ഒരു വിഷയം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടെന്ന് എല്ലാവരും അറിയണം. എല്ലാവരും അതിനെതിരെ പ്രതിഷേധിക്കണം. തക്കതായ നടപടി അതിനു വേണ്ടി എടുക്കണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നവരാണേലും എല്ലാം അതിലെതിരെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഒന്നിച്ച് നിന്ന് ആ മരിച്ചുപോയ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ച് നിന്ന് തക്കതായ ശിക്ഷ നേടിക്കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കാൻ പോകുന്നത് എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തർക്കും ആവാം. ഓക്കെ, നമുക്കെന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ചാച്ചാ.